എത്രത്തോളം സോഷ്യലി കമ്മിറ്റഡ് ആണ് ഷെബിൻ എന്ന് പറയുന്ന ഒരു എങ്ങനെ സോഷ്യൽ ലൈക്ക് സമൂഹത്തിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ലേ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് ചെയ്യുന്ന സിനിമകളൊക്കെ ഇപ്പം സിനിമ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പം നമ്മളിരുന്ന ഡ്രസ്സിലാണെങ്കിലും നമ്മൾ സംസാരിക്കുന്ന ഭാഷയിലാണെങ്കിലും ഒക്കെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണം. വൺ ഓഫ് ദി പവർഫുൾ മീഡിയമാണ്. അപ്പം നല്ല സിനിമകൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സൊസൈറ്റിക്ക് വളരെ നന്നായിട്ട് ഗുണം ചെയ്യും. ഇപ്പോൾ എൻ്റെ അനിയൻ ഇംഗ്ലീഷ് ജേർണലിസം ആൻഡ് സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുക സെൻറ്റ് ജോസഫ് ബാംഗ്ലൂരിൽ. അപ്പം ഞാനും അവനും എപ്പോഴും നന്നായിട്ട് സിനിമയെ കുറിച്ചൊക്കെ ഡിസ്കസ് ഒക്കെ ചെയ്യും. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ചുറ്റുമുള്ള കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് എങ്ങനത്തെ സിനിമകൾ ചെയ്യണം, നമുക്ക് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും, സൊസൈറ്റിനെ എങ്ങനെ കുറച്ചുകൂടി നന്നായിട്ട് പോളിഷ് ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ ചിന്തിക്കാറൊക്കെയാണ്. നമ്മളെ കൊണ്ട് നടക്കുമെന്നോ ഒന്നും അറിയില്ല, പക്ഷെ ഇതൊക്കെ ആലോചിക്കാറാണ്. കാരണം സിനിമ അത്രയും നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം നല്ല സിനിമകൾ വരികയാണെങ്കിൽ നല്ലൊരു സൊസൈറ്റിനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പം മഹേഷിൻ്റെ പ്രതികാരം അല്ലെങ്കിൽ സോൾട്ട് ആൻഡ് പെപ്പറൊക്കെ വന്നപ്പം സിനിമയൊന്നും മാറിയിട്ടുണ്ടായിരുന്നു. അതുവരെ ഉണ്ടായിരുന്നൊരു സിനിമയല്ല പിന്നെ നല്ല ട്രാൻസിഷൻ ഉണ്ടായിരുന്നു. ഒരു തരം ഓഡിയൻസിനെ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഓഡിയൻസൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ വൈറസ് ആണെങ്കിലും ഇങ്ങനത്തെ കുറേ നല്ല നല്ല സിനിമകളെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പം നല്ല സിനിമകൾ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതിലൂടെ ജനങ്ങൾക്ക് ഒരു പിന്നെ ഒരു കോൺട്രിബ്യൂഷൻ ഉള്ള പോലെ ചെയ്യാം. കോൺട്രിബ്യൂഷൻ മറ്റേ റെസ്പെക്ട്, ആ വേർഡാണ് കൂടുതൽ ഇഷ്ടം. എത്തിക്കലി കുറച്ചുകൂടി കറക്റ്റ് ആണോ എന്നൊക്കെ എനിക്കറിയില്ല, വാക്ക് കറക്റ്റ് ആണോ എന്താ വാക്ക്? എത്തിക്കലി. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ എന്താ പറയാ. എത്രത്തോളം ഒരു avid traveler ആണ്? ഞാൻ എല്ലാം നോക്ക് അറിയുന്നുണ്ടല്ലേ. ഞാൻ സോളോ ട്രിപ്സ് ആയിരിക്കും പോവാറ്. ഇപ്പം അവസാനം പോയത് ഷിംലയിലോട്ടായിരുന്നു, ഹിമാചലിലോട്ടായിരുന്നു. പക്ഷെ കുറച്ച് നാളായി, കഴിഞ്ഞ ഡിസംബറിലാണ് ഞാൻ പോയത്. സോളോ ഇഷ്ടമാണ്. അപ്പം നമ്മൾ എന്താ വെച്ചാൽ സോളോ പോവാണെങ്കിൽ ഇപ്പം നമ്മൾ രണ്ടുപേരാ പോകുന്നതെന്ന് വെച്ചു, അപ്പം നമ്മൾ തന്നെ ആയിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോളോ പോകുമ്പോൾ കുറേ പുതിയ ആൾക്കാരായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും, അവരുടെ കുറേ കാര്യങ്ങൾ അറിയാൻ കഴിയും. പിന്നെ ഇപ്പം ഫുഡാണ് നമുക്ക് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും. അത് നമ്മൾ തന്നെയല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിലൊരു പുതുമ ഉണ്ടാവില്ല. ഇത് നമുക്ക് ഓരോ പുതിയ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും. ഭയങ്കര രസമായിരിക്കും. പോയിട്ടുണ്ടോ സോളോ ട്രിപ്പ്? ഹിമാചലാണ് അവസാനം പോയത്. ഹിമാചലാണ് ആദ്യമായിട്ട് സോളോ ട്രാവൽ ചെയ്ത് എവിടേക്കാണ്? അത് ഇവിടുത്തെ ഓരോ ഇപ്പം മൂന്നാറും വാഗമണ്ണും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇത് ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ നോർത്ത് പോയത്. ഇത് ആദ്യമായിട്ടായിരുന്നു, കഴിഞ്ഞ ഡിസംബറിലായിരുന്നു. അറിയില്ല, കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കുറച്ചുകൂടി വലിയ സ്ഥലങ്ങളിലൊക്കെ. റോം വുഡ് ബി എ ഗുഡ് ഓപ്ഷൻ. അല്ല, എനിക്ക് ലഡാക്കിലോട്ടൊക്കെ പോകണമെന്നുണ്ട്. ഇന്ത്യ തന്നെ കുറച്ചുകൂടി നന്നായിട്ട്. ഇല്ല, ഒതുങ്ങത്തൊന്നുമില്ല, ഒതുങ്ങുന്ന പരിപാടിയൊന്നുമില്ല. ഇന്ത്യ തന്നെയാണ് എനിക്കൊന്ന് കുറച്ചുകൂടി ഏറ്റവും നല്ല സ്ഥലമെന്ന് തോന്നുന്നു. നമ്മൾ എല്ലാവരും ഈ പുറത്തോട്ട് ആംസ്റ്റർഡാം മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞു, പക്ഷെ എനിക്കൊന്ന് ഇന്ത്യ തന്നെയാണ് കുറച്ചുകൂടി നന്നായിട്ട് കുറേ എക്സ്പ്ലോർ ചെയ്യണം. കുറേ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. അപ്പം ഇന്ത്യ ആദ്യം എക്സ്പ്ലോർ ചെയ്യട്ടെ. എന്തൊക്കെയാ സ്വപ്നങ്ങൾ? അയ്യോ, എനിക്ക് നല്ല 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 സിനിമകൾ ചെയ്യണം, കാണണം, നല്ല ഭക്ഷണം കഴിക്കണം. അത് ഞാൻ വായിച്ചു. നന്നായിട്ട് ഞാൻ നന്നായിട്ട്, അതായത് ഫുഡ് പറഞ്ഞാൽ കുറെ കഴിക്കല്ല, കുറച്ച് കഴിക്കുള്ളൂ. അവര് പുതിയ ആസ്വദിച്ച് കുറെ പുതിയ തരം ഫുഡുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഓരോന്ന് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ പറ്റുന്നത്രയും സ്ഥലങ്ങൾ കാണണം, പറ്റുന്നത്രയും പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യണം, നല്ല നല്ല കോൺവെർസേഷൻസ് ഉണ്ടാവണം. അതൊക്കെയാണ് ആഗ്രഹങ്ങൾ. വേറെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. വലിയതൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ വലിയ ആഗ്രഹങ്ങളാണ് ഈ പറഞ്ഞൊക്കെ. ഗ്രാജുവലി ഇതൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ വേറെ കുറെ ആഗ്രഹങ്ങൾ നമുക്ക് മനസ്സിൽ വരും. ആൻഡ് ദ ഫൈനൽ തിങ്, ആക്ടർ എന്നുള്ളൊരു തിങ്. അത് എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഒത്തുടങ്ങി ഇതെല്ലാം കൂടി വരുമ്പം അതും കറക്റ്റായിട്ട് പോളിഷ് ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം let it be polished. എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ. All prayers for you, dear. Thank you so much. Thank you.